എന്താണ് നിലവിൽ നിങ്ങളുടെ എംപിമാരടക്കം വലിയൊരു സംഘം വന്നിരിക്കുകയാണ്. ബൃന്ദ കാരാട്ടുണ്ട്, ആനി രാജയുണ്ട്, കെ രാധാകൃഷ്ണനുണ്ട്. എന്താണ് നിലവിലെ സ്ഥിതി? ഇവിടെ വന്നപ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് സന്ദർശനം മുടക്കുകയാണ്. എല്ലാ മാധ്യമപ്രവർത്തകരും കേട്ടു നിൽക്കുകയാണ്. ആദ്യം ഈ ജയിൽ സൂപ്രണ്ട് ഇറങ്ങി വന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു ആപ്ലിക്കേഷൻ ലഭിച്ചിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോഴേക്കും ആപ്ലിക്കേഷൻ അയച്ച മെയിലിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു. ഉടനെ തന്നെ അദ്ദേഹം അഭിപ്രായം മാറ്റിയിട്ട് പറഞ്ഞു സമയം കഴിഞ്ഞു പോയി, ഇനി കാണാൻ കഴിയില്ല. ജയിൽ മാനുവൽ പ്രകാരം 2 മണി വരെ മാത്രമേ പെർമിഷൻ തരാൻ കഴിയുകയുള്ളൂ. ഇതെന്താണ്? അപ്പോൾ വീണ്ടും അഭിപ്രായം മാറ്റാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അവരെ സന്ദർശിക്കുന്നതും സംസാരിക്കുന്നതും വിവരങ്ങൾ ആരായുന്നതിനെയും മുടക്കുകയാണ്. 2 പാർട്ടി നേതാക്കൾക്ക് 2 നീതി, അങ്ങനെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും BJPക്ക് എന്തുവാകാം, BJPക്ക് ഷോ ഓഫ് കാണിക്കാൻ എന്തുവാകാം. ഇതെല്ലാം വളരെ ആസൂത്രിതമാണ്. ഇവരെ അറസ്റ്റ് ചെയ്തത് ആസൂത്രിതമാണ്. അത് വളരെ ക്രൈസ്തവ വിരുദ്ധമായ ഒരു നീക്കമായിരുന്നു. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തു, ജയിലിനകത്തിട്ടു. ഞങ്ങളെ കാണാൻ അനുവദിക്കില്ല എന്ന് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മുടക്കുകയാണ്. ശരി, പറഞ്ഞ സാങ്കേതിക കാരണം ടൈമാണല്ലോ. ഞങ്ങളിവിടെ തുടരും. ഞങ്ങൾ നാളെ പുലർച്ചെ അവരെ കാണും. കണ്ടതിന് ശേഷം മടങ്ങൂ. നാളെ അവർ പറയട്ടെ.